നിങ്ങൾക്ക് ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാനിലെ മൂന്നാമത്തെ പാർട്ട് കണ്ടപ്പോൾ എന്തെങ്കിലും അതിൽ കുഴപ്പമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് സിനിമയിൽ ഒരുപാട് വില്ലന്മാരെ കുത്തിക്കയറ്റി ആർക്കും മര്യാദയ്ക്കുള്ള സ്ക്രീൻ സ്പേസും കിട്ടാതെ ഒരു ഇമ്പാക്ട് ഇല്ലാതെ പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഇത് നിങ്ങൾക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമല്ല, ഡയറക്ടർ തന്നെ ഒരു കംപ്ലൈന്റ് ആയിട്ട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞൊരു കാര്യമാണിത്. അതായത് ടോബി മെഗ്വയർ ഉള്ള ഒറിജിനൽ സ്പൈഡർമാന്റെ ട്രിലജിയിലെ അവസാനത്തെ സിനിമ, മൂന്നാമത്തെ സിനിമയിൽ സാം റൈമി സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ ചെയ്യാന്ന് വാക്ക് കൊടുക്കുമ്പോൾ രണ്ട് വില്ലന്മാരെ അതിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ സാൻഡ്മാനും പിന്നെ ഹാരി ഓസ്ബോണും. അപ്പോഴാണ് നമ്മുടെ സോണിയുടെ ആൾക്കാർ വരുന്നത്. അവർക്ക് എന്ത് വേണം? വെനമിനെ ഇതിൽ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റണം. വെനമിനെ നിങ്ങൾ ഇൻക്ലൂഡ് ഇതിൽ ചെയ്തില്ലെങ്കിൽ സിനിമ എന്നെ ക്യാൻസൽ ചെയ്യുന്ന വരെ അവർ പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ സിനിമയിൽ വെനം ഉള്ളത് പറയാലോ. ആ ഒരു സിനിമയിലെ 3 വില്ലന്മാർക്കുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് വരാതെ പോയതും. ഇതാണ് ഡയറക്ടർമാരിനെ അവരുടെ വാർഡിന് വിടണം എന്ന് പറയുന്നത്. എന്നൊക്കെ ഈ സ്റ്റുഡിയോക്കാരെ ഇടപെട്ടിട്ടുണ്ടോ അന്നൊക്കെ അത് കുളമായിട്ടേ ഉള്ളൂ.